ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു 3 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ, പിന്നെ ലീഫിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഗ്രീനും പിന്നെ വൈറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കോമ്പസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു ഡപ്പയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വലിയ സർക്കിൾ വേണം അതിനനുസരിച്ചിട്ടുള്ള വല്ല പാത്രമോ വല്ല കുപ്പിയുടെ അടപ്പോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കാൻ വയ്യാത്തവരും വരച്ചാൽ ഒരേപോലെ ഷേപ്പ് കിട്ടാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ 4 സർക്കിൾ നമ്മുടെ ഫോം ഷീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ബ്ലൂ കളർ വലിയ ഫ്ലവേഴ്സും വൈറ്റ് കളർ ചെറിയ ഫ്ലവേഴ്സും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈറ്റിൽ നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡപ്പ, കുറച്ച് വട്ടം കുറഞ്ഞിട്ടുള്ളൊരു ഡപ്പയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം അതും നമ്മൾ 4 വട്ടമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി വരയ്ക്കാൻ കിട്ടുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. പിന്നെ പെൻസിലും കൊണ്ടൊന്നും വരയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ വരച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വരയ്ക്കൽ എത്ര പെർഫെക്ഷൻ ആണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെംപ്ലേറ്റ്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ ടപ്പിയും കുപ്പിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലീഫ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ലീഫ് വരയ്ക്കുക കേട്ടോ. ഇനി നമുക്കിത് 3 കട്ട് ചെയ്തെടുക്കുക. 3 ഷീറ്റിലെയും അതവിടെ റൗണ്ടും ലീഫും എല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റൗണ്ട് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് എല്ലാ വശവും, അതായത് ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 വശം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു കട്ടിൽ കണ്ടോ ഇങ്ങനെ കിട്ടും. ഇനി അത് നിവർത്തിയിട്ട് നമ്മുടെ ആ മടക്കിയ ഒരു വശം ഉണ്ടല്ലോ അത് നമ്മളിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഗ്യാപ്പിലുള്ള ആ ഒരു പോർഷനും കണ്ടു, ഇതിൻ്റെ ഈ ഗ്യാപ്പിലുള്ള ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി ഇത് നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മുമ്പ് ചെയ്ത മോഡലാണ് ഇത്. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഐ തിങ്ക് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബിക്കോസ് ഇത് ഭയങ്കര പണിയാണ്. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്യുക, ആദ്യം വട്ടത്തിൽ കട്ട് ചെയ്യണം, പിന്നെ അത് ഇങ്ങനെ കട്ട് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലെടുക്കണം. സോ അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാവരും പോയി കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് മനസ്സിലാവാത്തവർക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ എൻ്റെ വശമൊക്കെ, അതായത് ഈ 2 ഫ്ലവറിൻ്റെ ഈ 2 അറ്റവും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു എതിളിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവർ വരച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ട്രിക്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മോഡലാണ് കിട്ടുക. ഫ്ലവർ തന്നെയായിരിക്കും, പക്ഷേ ഫ്ലവറിൽ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലായിരിക്കും കിട്ടുക. നോർമൽ ഫ്ലവേഴ്സ് കട്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ഭംഗിയാണ്. എല്ലാത്തിനും അതിൻ്റെതേ ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല മൂർച്ചുള്ള കത്രിക എടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കട്ടായി പോകും സൈഡും അതൊക്കെ. പിന്നെ നമുക്ക് എതിലിൻ്റെ ഷേപ്പ് പോയിട്ട് ഒന്നിൻ്റെ ഷേപ്പ് കിട്ടാത്തൊരു അവസ്ഥയാകും. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നോക്കി തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൽ ഞാൻ പറയുന്നുണ്ട്, അയൺ ബോക്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോം ഷീറ്റ് ഓരോന്ന് വെച്ചിട്ട് നമ്മളിതിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതങ്ങനെ ഷേപ്പായി വരും കേട്ടോ. പിന്നെ അയൺ ബോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേറൊരു തുണിയിൽ പോയിട്ട് ഡയറക്റ്റ് അയൺ ചെയ്തത് ഒട്ടിപ്പിടിക്കും, ഈ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, ഈ അയൺ ബോക്സിൽ വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം അയൺ ബോക്സ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയുള്ളൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ തുണിയിലും ഡ്രസ്സിലൊക്കെ ഒട്ടിപ്പിടിക്കും, കേടുവരും, നാശമാവും. പിന്നെ എൻ്റെ തലയിൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഓൾറെഡി എനിക്കിവിടെ കുറേ പ്രാവശ്യം ചീത്ത കേട്ട് കഴിഞ്ഞു ഈ ഒരു കാര്യത്തിൽ. ഞാൻ ആദ്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്തൊന്നും. അപ്പോൾ ഇതുപോലെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, തുണിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഓഫീസിൽ പോകുന്ന സമയത്ത് അയൺ ചെയ്യുന്ന സമയത്ത് നല്ല ഷർട്ടിലും പാൻറ്റിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ചീത്ത വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അയൺ ബോക്സ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ, ഒരു ക്ലോത്ത് വെച്ചിട്ട്. ഇനി നമ്മൾ ബ്ലൂ ഫ്ലവറും അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
എല്ലാം ഷേപ്പ് ചെയ്യണം ഞാൻ കാണിക്കണില്ല, ബിക്കോസ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായില്ല എങ്ങനെ ഷേപ്പ് ചെയ്യണമെന്ന്. കണ്ട് ഇങ്ങനെയാവും. ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു ഫ്ലവറിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ കിട്ടിയില്ലേ. ഇനി ഇതിൽ ബീഡ്സ് വർക്ക് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ഫ്ലവർ വന്നിട്ട് നമുക്ക് ഈ ഒരു ഓരോ ഇതളുകൾ ഇങ്ങനെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഒരു ഫ്ലവർ ചെയ്യണത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ ഒട്ടിക്കുന്ന സമയത്ത് നീറ്റായിട്ട് നല്ല വൃത്തിയിൽ ശ്രദ്ധയോടെ ഒട്ടിച്ചില്ലെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിത് പണി കിട്ടി. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. എന്താ മിസ്റ്റേക്ക് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉള്ളിലേക്കായിട്ടാണ് ഒട്ടിക്കണത്. പക്ഷേ ഇത് ഉള്ളിലേക്കായിട്ടല്ല ഒട്ടിക്കേണ്ടത്, പുറത്തേക്ക്, അതായത് ബാക്ക് സൈഡാണ് നമ്മളിങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ ഇതള്. അങ്ങനെ എല്ലാം ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഗ്ലൂ ഗണ്ണൊക്കെ നേരെ ആവാതെ നല്ല വൃത്തികേടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചതും അതൊക്കെ അറിയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു മുട്ടിൻ്റെ ഷേപ്പിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉള്ളിലൊക്കെ ഗമ്മാക്കിയതിന് ശേഷം ഇതിങ്ങനെ അങ്ങനെയൊക്കെ ആക്കി കൊടുത്തു. പക്ഷെ സംഭവം പാളിപ്പോയി. ഒരു തേങ്ങയ്ക്കും പറ്റാത്ത അവസ്ഥയായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നതുകൊണ്ട് തന്നെ ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒരു ഫിനിഷിങ്ങും ഉണ്ടായിരുന്നില്ല. സോ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ ഒരു ഫോം ഷീറ്റ് ഫ്ലവർ വേസ്റ്റായി. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് ചെയ്യുക. ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് ഒട്ടാനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ടൊരു സ്വഭാവം കൂടെ അതിനുണ്ട്. നീറ്റായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് കളറൊക്കെ അതിൽ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ നീറ്റായിട്ട് ചെയ്യാം. എന്തായാലും ഇത് പാളിപ്പോയി, ശരി, എന്തായാലും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണല്ലോ, കുട്ടികൾക്കെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല. കണ്ടത്തിൽ കോലം കുത്തിവെക്കില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ആ ഒരു നല്ല ഫ്ലവറിൻ്റെ മേലെ ഇതുകൊണ്ട് വെച്ചപ്പോൾ. ശരി, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഒരു തേങ്ങ ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മുട്ട എടുത്തിട്ട് ഞാൻ വേസ്റ്റിലിട്ടു. ഈ നമുക്ക് എന്തായാലും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഡിസൈൻ അടിപടലം പാളിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. ശരി, നമുക്കുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ ഇതുപോലെ ഷേപ്പ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്ക് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കി ഈ ഒരു ഫ്ലവർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ വൈറ്റ് ഫ്ലവറും ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഷേപ്പ് ചെയ്യാതെ കട്ട് ചെയ്ത പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു വൈറ്റ് ഫ്ലവറും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് വല്ല പോളോൻ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആക്ച്വലി പോളം വെക്കായിരുന്നു, എനിക്കത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് തോന്നിയത് ആ ഒരു ബുദ്ധി. ആ സമയത്ത് എന്താ സെൻറ്ററിൽ വെക്കാമെന്ന് ചോദിച്ചപ്പോൾ പോളൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ മൈൻഡിൽ പോലും വന്നില്ല, 7 അയലത്ത് പോലും വന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ബാലൻസ് ഉള്ള ആ ഒരു ഇതളുകളല്ല ആ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മളത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റിലും അതുപോലെ തന്നെ ബ്ലൂവിലും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലൂവിൻ്റെ പകരം നിങ്ങൾക്ക് റെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇത് കളർ കോമ്പിനേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് സെറ്റാവാത്ത പോലെ തോന്നി. പിന്നെ ഫോം ഷീറ്റിൻ്റെ അവൈലബിലിറ്റി കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു 2 കളർ ചൂസ് ചെയ്തത്. എൻ്റെ കയ്യിൽ റെഡ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഫ്ലവറും അതുപോലെ തന്നെ ബ്ലൂ ഫ്ലവറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ലീഫ് കട്ട് ചെയ്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു കുഞ്ഞതും അതുപോലെ തന്നെ ഒരു വലുതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ഫോം ഷീറ്റൊക്കെ വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്യുക. ഞാൻ വീഡിയോ സമയമായത് കാരണം തന്നെ ഞാൻ ഇപ്പോൾ 10:30-ക്കുള്ള വീഡിയോ ഞാൻ എടുക്കുന്നത് ചിലപ്പോൾ 9:30-ക്കായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും 10 മണിയൊക്കെ ആവും. 10 മണി 10:30 ആയിരിക്കും വീഡിയോ. 10:30 എന്തായാലും വീഡിയോ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ കുറേ ഫോം ഷീറ്റ് ഞാൻ വേസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് പീസ് പോലും വേസ്റ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ കട്ട് ചെയ്തതിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഇലയാണെന്ന് പറഞ്ഞാൽ ഇല തലവല്ലിച്ചാവും. അപ്പോൾ അതൊരു കുഞ്ഞിലയും നമ്മളൊരു വലിയ ഇലയും ഇതുപോലെ ചെയ്തെടുത്തിട്ട് അതും അയൺ ബോക്സിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തപ്പോൾ അതൊരു ഷേപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിവശത്തിൽ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഹെയർ ബാൻഡാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഷേപ്പായിട്ടല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ഫോം ഷീറ്റ് 2 സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 കുഞ്ഞ് പീസ് ഫെൽറ്റ് ഷീറ്റ് എടുക്കുക കേട്ടോ. അടിവശമൊക്കെ കവർ ചെയ്ത്, ഒന്നാമത് ഭയങ്കര കട്ടിയാണ്. വേണമെങ്കിൽ അയൺ ബോക്സിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലാറ്റ് ആക്കിയാലും മതി. പക്ഷെ എന്നാലും
അത് ഞാൻ അപ്പം മറന്നു ചെയ്യാൻ, ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര കട്ടിയായതുകൊണ്ട് തന്നെ അടിവശത്തിൽ വയ്ക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതുണ്ടാവില്ല. ഫെൽറ്റ് ഷീറ്റ് ആയിരിക്കും എപ്പോഴും കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫോം ഷീറ്റിൻ്റെ സെൻറ്ററിൽ കൂടെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ അടിവശത്തിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതായത് ആ വൈറ്റ് ഫോം ഷീറ്റിൻ്റെ മേലേക്കായിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് നിൽക്കുന്നത് പോലെ. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്ത നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ഷേപ്പ് വന്നിട്ട് നമ്മുടെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ അടിവശത്തിലേക്ക് അതും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടെണ്ണമാക്കി എടുക്കുക. അതിപ്പോൾ 2 ഫ്ലവർ ഉള്ളതായിരുന്നു ഞാൻ 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തത്. വേണമെങ്കിൽ ഒരു പീസ് മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക, സർക്കിളിലോ അല്ലെങ്കിൽ ഓവലിലോ വേറെ ഏതെങ്കിലും ഷേപ്പിലിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. ഇത് ഇത്തിരി കൂടിപ്പോയി ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ഗ്ലൂ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ആദ്യം ഇല വെച്ച് കൊടുക്കുക കേട്ടോ. ഇല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം നമ്മുടെ ബ്ലൂ കളർ പൂ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ഇലയും ഈ ഒരു പൂവും ഒട്ടും മാച്ച് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇതൊരു ഫ്ലൂറസെൻറ്റ് ഗ്രീനാണ്, അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് മാച്ച് ഇല്ലാത്തത്. നോർമൽ ഗ്രീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇലയുടെ ഗ്രീൻ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഒരു കുഞ്ഞു ലീഫ് വന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റത്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വൈറ്റ് ഫ്ലവറും കൂടെ നമ്മൾ ഇതിൻ്റെ മേലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എന്തായാലും ഇതാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾക്ക് പോളനോ അതുപോലെ തന്നെ സൈഡിൽ ഞങ്ങൾക്ക് എന്താണ് മറ്റേ ബീഡ്സിൻ്റെ ടിയാര പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുത്തെടുത്ത് സമയമായി, ഇടയിൽ പണിയും കിട്ടിയത് കാരണോട് സമയം പോയത്. അപ്പോൾ അത് ഞാൻ വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എന്തായാലും ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കളർ കോമ്പിനേഷൻ വൃത്തിയായിട്ടൊരു കളർ കോമ്പിനേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നല്ല കളറിൽ തന്നെ ചെയ്യുക. ക്രിസ്മസ് ഒക്കെ ആയത് കാരണം ക്രിസ്മസ് തീമിൽ റെഡും വൈറ്റും ഗ്രീനും ഒക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഒരു ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.